بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن خير من استأجرت القوي الأمين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ അധ്യക്ഷൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായ നമ്മുടെ സ്ഥാപനത്തിന്റെ നായകന്മാർ, സദസ്സിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ത്യാഗവും സഹകരണവും നിമിത്തം നമ്മോട് സഹകരിക്കുന്ന ഇന്ത്യയിലും പുറത്തുമുള്ള നല്ല മനുഷ്യരുടെ സ്നേഹവും സഹകരണവും സഹായവും നിമിത്തം 20 വർഷം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിയ സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് കേവലം ഒരു 19 സെന്റ് സ്ഥലത്ത് ചെറിയ ഒരു ഓലഷെഡ് കെട്ടി ആദ്യമായി ആത്മീയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂൾ, അതിനാണ് അറബിയിൽ സ്കൂൾ എന്നതിന് പറയുന്ന ഭാഷയാണ് മദ്രസ. മലയാളത്തിൽ പാഠശാലയെന്നോ അല്ലെങ്കിൽ കലാലയം എന്നോ എന്ത് പേര് പറഞ്ഞാലും ശരി, ഇംഗ്ലീഷിൽ സ്കൂളെന്നും മറ്റൊരു ഭാഗത്ത് അറബിയിൽ മദ്രസയെന്നും പറയുന്ന ഒരു ചെറിയ ഓലഷെഡ്, ആ ഓലഷെഡിൽ നിന്ന് ആരംഭിച്ചതാണ് സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ തുടക്കം. ആരെയും കണ്ടിട്ടല്ല, ആരും എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടല്ല. ലോകസൃഷ്ടാവായ അല്ലാഹു, അവനാണ് മനുഷ്യരെയും മനുഷ്യർക്ക് ആവശ്യമുള്ളതിനെയും സൃഷ്ടിച്ചവനെന്നും അവൻ മാത്രമേ യഥാർത്ഥത്തിൽ അധികാരമുള്ളവനുള്ളൂ എന്നും ഉറച്ചു വിശ്വസിച്ച് ആ പടച്ചവൻ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മെ അനുഗ്രഹിക്കും എന്ന അങ്ങേയറ്റത്തെ ഉറച്ച വിശ്വാസം പിൻബലമാക്കി നിർത്തി അൽഹംദുലില്ലാഹ് നാം സിറാജുൽ ഹുദയുടെ തുടക്കം കുറിച്ചു. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ 50 ഏക്കറോളം സ്ഥലം വിവിധ പ്രദേശങ്ങളിലായി അല്ലാഹു തന്നിട്ടുണ്ട്.
ആ 50 ഏക്കർ സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 25 സ്ഥാപനങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. മദ്രസകളും പള്ളികളും മാറ്റി നിർത്തിയാണ് ഞാനിത് പറഞ്ഞത്. മദ്രസകളും പള്ളികളും സിറാജുൽ ഹുദ നിമിത്തമായി പ്രവർത്തിക്കുന്നതും ഡയറക്റ്റ് സിറാജുൽ ഹുദയുടെ സ്ഥാപനങ്ങളുടെ മുറ്റത്ത് കാണുന്നതും വേറെയുണ്ട്. 25 സ്ഥാപനങ്ങളിൽ 16 സ്ഥാപനങ്ങൾ ഇംഗ്ലീഷ് മീഡിയം നഴ്സറികളും സ്കൂളുകളുമായി നടന്നു വരികയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ സയൻസ് കോളേജ്, അറബിക് കോളേജ്, ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ഉറുദു കോളേജ്, ദഅവ കോളേജ്, അഗതി അനാഥ മന്ദിരം, വനിതാ കോളേജ്, ഇങ്ങനെ 25 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. ദഅവ കോളേജ് 2 ഇപ്പോഴുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ബേഡ്ജ് കുത്തി നമ്മുടെ സൗകര്യങ്ങൾക്ക് വെള്ളം തരാനും കാപ്പി കൊണ്ടുവരാനൊക്കെ നമ്മുടെ കൂടെ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികളും, അതുപോലെ നമ്മുടെ വനിതാ ടീച്ചർമാർക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന വിദ്യാർത്ഥിനികളും, നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും, അതിന്റെ പുറമെ പുരുഷന്മാരായ സ്റ്റാഫുകൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത് ദഅവ കോളേജിലെ വിദ്യാർത്ഥികളുമാണ്. ദഅവ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നടത്തേണ്ടി വരുന്ന, അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബിൽഡിംഗിലാണ് നമ്മുടെ ഈ പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ദഅവ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നമുക്ക് ഇപ്പോൾ കാണാം. നമ്മുടെ അടുത്തൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പലരും ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ്. BA പഠിക്കുന്ന വിദ്യാർത്ഥികളും അതിന്റെ ചുവടെ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളും കൂട്ടത്തിലുണ്ട്. അവർ അതിന് പുറമെ ആത്മീയ വിദ്യാഭ്യാസവും പണ്ഡിതന്മാരുടെ രൂപഭാവത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരെല്ലാം വളരെ ആത്മാർത്ഥമായി നമ്മുടെ വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിറാജുൽ ഹുദയുടെ ഏതെല്ലാം ശാഖകളുണ്ടോ അവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന നമ്മുടെ ഓഫീസ് സ്റ്റാഫുകൾ, മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. എന്നാലും നാം എപ്പോഴും ഒരു വസ്തു രാവിലെയും വൈകുന്നേരവും തുടച്ചു വെക്കുക എന്നത് ആ വസ്തുവിന്റെ ക്ലിയർ സ്വഭാവം നിലനിൽക്കാൻ അനിവാര്യമാണ്. അത് പൊടി ഉണ്ടായാലും ഇല്ലെങ്കിലും തുടക്കാനാണ് നിർദ്ദേശം. പൊടി ഉണ്ടെങ്കിൽ മാത്രം തുടക്കുക എന്നതല്ല. എപ്പോഴും രാവിലെയും വൈകുന്നേരവും തുടച്ച് ക്ലീനാക്കി വെക്കുന്ന ഒരു വസ്തു, അത് പൊടി ഉണ്ടെങ്കിൽ തട്ടിപ്പോകും, ഇല്ലെങ്കിലും അത് തുടച്ചതുകൊണ്ട് കേടൊന്നും വരാനില്ല. ഇതുപോലെ നമ്മുടെ സ്റ്റാഫുകളെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് അതാത് സ്ഥലങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും അവരുടെ പരാതികളും അവർക്ക് ആവശ്യമുള്ള അവരുടെ ആവശ്യങ്ങളും കേൾക്കുകയും പരമാവധി കഴിവനുസരിച്ച് പരിഹരിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നതാണ് സിറാജുൽ ഹുദയുടെ നയപരിപാടി എന്ന് ഞാൻ ആമുഖമായി തന്നെ നിങ്ങളെ ഉണർത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ബോധമുള്ള ഒരു പ്രവർത്തകരാണ്. നല്ല ബോധം നമുക്ക് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഉണ്ട്. മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ്. അതിൽ ഒരു മനുഷ്യനും തർക്കമുണ്ടാവുകയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളാരും ഒരു വാല് മുറിഞ്ഞുപോയ കുരങ്ങന്റെ മക്കളല്ല എന്നാണ്. വാല് മുറിഞ്ഞുപോയ കുരങ്ങന്റെ മക്കളാണെങ്കിൽ
നമുക്ക് പലപ്പോഴും കുരങ്ങിന്റെ സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മളൊക്കെ മനുഷ്യമക്കളാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യമക്കളായ നാം ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരാ, ഏറ്റവും ഉന്നതരാ, ഏറ്റവും ഭംഗിയുള്ളവരാ, ഏറ്റവും ഔന്നത്യമുള്ളവരാ. ലോകത്ത് ധാരാളം ജീവികളെ നാം കാണുന്നു. ജീവികളിൽ അധികവും നാം കാണുന്നത് മുഖം താഴ്ത്തി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മെപ്പോലെ അഭിമുഖമായി മുഖം നേർക്കുനേരെയായി ജീവിക്കുന്ന ജീവികൾ ഭൂമിയിൽ വളരെ കുറവാണ്. നേരം വെച്ച് പലതുമുള്ളത് തല താഴ്ത്തി മുഖം താഴോട്ടേക്ക് താഴ്ത്തി ജീവിക്കുന്ന ജീവികളാണ്. മനുഷ്യനെപ്പോലെ ഭംഗിയുള്ള ഒരു ജീവി വേറെയില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജീവി മനുഷ്യനാണ്. മനുഷ്യനാണ് വിശേഷബുദ്ധി എന്ന അനുഗ്രഹം നൽകപ്പെട്ടത്. വേറെ ജീവികൾക്കൊന്നും വിശേഷബുദ്ധി നൽകപ്പെട്ടിട്ടില്ല. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ നാം ആദരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഫതുഹുൽ മുഈൻ എന്ന് പറഞ്ഞ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമുണ്ട് മുസ്ലിങ്ങൾ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് അതിന്റെ രചയിതാവ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ ഏകദേശം ആളുകൾക്കും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും പരിചയമുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന അറബി ഗ്രന്ഥം മടപ്പള്ളി കോളേജിലെ പ്രൊഫസർമാരായി പല സ്ഥാനങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ് നമ്മുടെ പ്രിൻസിപ്പൽമാർ പലരും. അവർക്കറിയാം മടപ്പള്ളി കോളേജിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന അറബി ഗ്രന്ഥം ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യപ്പെട്ടത് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തുഹാഫത്തുൽ മുജാഹിദീൻ എന്നായിരിക്കാം അവരതിന് പേര് പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ വൈദേശികാധിപത്യം ഉന്മൂലം നാശം വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും രാജ്യത്തിന്റെ ആധിപത്യം അവരുടെ കൈകളിൽ ഒതുക്കി ഇവിടെ അവരുടെ ഹരാള ഹസ്തങ്ങളിൽ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ ഞെരിഞ്ഞമരുകയും ചെയ്യുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പ്രചോദനം നൽകാൻ ധൈര്യപൂർവം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫ്രഞ്ചുകാർക്കെതിരെ അതുപോലെ തന്നെ വൈദേശികാധിപത്യത്തിനെതിരെ എഴുതിയ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആ തുഹ്ഫത്തുൽ മുജാഹിദീന്റെ രചയിതാവായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ ഞാനിപ്പോൾ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ സൂക്തം ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. എവിടെയാണ് ഉദ്ധരിച്ചത്? പശു, ആട്, എരുമ തുടങ്ങി നമ്മൾ സാധാരണയായി ജീവിതത്തിൽ അറുത്ത് മാംസം ഭക്ഷിക്കുന്ന ജീവികൾ, ആ ജീവികൾ അറുക്കാത്ത വിധത്തിൽ ജീവൻ പോയാൽ, നമ്മൾ സാധാരണയായി അങ്ങനെ ജീവൻ പോയാൽ മൃഗങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ചത്തുപോയി എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ജീവൻ പോയാൽ അത് മൃഗങ്ങളെ നിസ്സാരപ്പെടുത്തുന്നതല്ല. ചത്തുപോവുക എന്ന് പറഞ്ഞാൽ സത്തുപോവുക എന്നാണ്. സത്ത് എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവ് പോയതിനെ സംബന്ധിച്ചാണ് സത്തുപോവുക എന്ന് പറയാറ്. പക്ഷേ സത്തുപോവുക എന്ന് സാധാരണ പറയാറില്ല. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകാനും പ്രയാസാണ്. പറഞ്ഞവനെ ആൾക്കാർ ഒരു പരിഹാസ്യനാക്കുകയും ചെയ്യും. ചില സംഗതികളൊക്കെ മോശമാക്കി പറഞ്ഞാലേ റെഡിയാവുള്ളൂ. അങ്ങനത്തെ ചില വാചകങ്ങളുണ്ട്. പഴയകാലത്ത് കോഴി ഒന്നായി പാകം ചെയ്ത് ഭക്ഷിക്കാറുണ്ട്. അതിന് കോഴി മുഷുമൻ എന്നാണ് പഴയ കാലത്ത് പറയാ. അതിനൊരാൾ കോഴി മുഴുവൻ എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ അതിന്റെ ശരിയായ വശം കോഴി മുഴുവൻ എന്നാണ്. പക്ഷെ കോഴി മുഴുവൻ എന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കും. അവിടെ കോഴി മുഷുമൻ തന്നെ പറഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ. ഇതുപോലെ ചത്തുപോയി എന്ന് പറഞ്ഞാലേ ജനങ്ങൾക്ക് മനസ്സിലാവും. സത്തുപോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഇരിക്കട്ടെ, ജീവൻ പോയ ഒരു പശു, ആ ജീവൻ പോയ ഒരു പശു അല്ലെങ്കിൽ ഭക്ഷിക്കാൻ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു പൂച്ച, എലി തുടങ്ങിയ ജീവി അല്ലെങ്കിൽ പാമ്പ് പോലെയുള്ള വിഷജീവി, അത് ജീവൻ പോയാൽ ആ ജീവൻ പോയ വസ്തു പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. മലം മൂത്രമൊക്കെ മാലിന്യമായതുപോലെ മദ്യം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മാലിന്യമായതുപോലെ മദ്യം ഒരു മാലിന്യമാണ്. മൂത്രം പോലെ മാലിന്യമാണ്. അത് തൊട്ടാൽ കഴുകൽ നിർബന്ധമാണ്. അത് ഒരു തുള്ളി ഷർട്ടിലോ മറ്റോ ആയാൽ നിസ്കാരം അസാധുവാണ്. അത്ര വലിയ മാലിന്യമാണ് ഈ മദ്യം. അതുപോലെ ഉള്ള ഒരു മാലിന്യമായി എണ്ണപ്പെടുന്നതാണ് ജീവൻ പോയ വസ്തു. എന്നാൽ അവിടെ ഫതുഹുൽ മുഈൻ പറയുന്നു, മനുഷ്യൻ അവൻ ഏത് മതക്കാരനായാലും
ഏത് വിശ്വാസക്കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും മനുഷ്യൻ ജീവൻ പോയാൽ മാലിന്യം അല്ല. മനുഷ്യൻ ജീവൻ പോയാൽ മാലിന്യം അല്ല. മനുഷ്യനെ അല്ലാഹു ആദരിച്ചു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അല്ലാഹു ആദരിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവൻ പോയാൽ മാലിന്യത്തിൽപ്പെടുത്തുക എന്ന് പറയുന്നത് മനുഷ്യനെ അനാദരിക്കലാണ്. അവിടെ മതവ്യത്യാസം പറയുന്നില്ല, വിശ്വാസത്തിന്റെ വിഷയം പറയുന്നില്ല. മനുഷ്യ ശരീരം തന്നെ ആദരവുള്ള ശരീരമാണ്. മനുഷ്യൻ വിശേഷബുദ്ധി എന്ന അതിമഹത്തായ അനുഗ്രഹം ലഭിച്ച ഏറ്റവും ഉന്നതനാണ്. അത് മറ്റ് ജീവികൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മറ്റ് ജീവികളുടെയും മനുഷ്യന്റെയും ജീവിതത്തിനിടയിൽ വലിയ വ്യത്യാസം ഉണ്ടായത്. ഞാനൊരിക്കൽ മൊകേരി ജയേഷ് ഡോക്ടറെ കാണാൻ പോയി. ഞാനുമായി നല്ല ബന്ധം ഉണ്ട്. ബന്ധം എങ്ങനെ, എനിക്ക് അയാളുമായി നേരത്തെ ഒരു പരിചയവും ഇല്ല. അദ്ദേഹം എങ്ങനെയോ എന്നെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഞാനൊരു ദിവസം ചെന്നപ്പോൾ അയാൾ വളരെ ആദരവ് കാണിച്ചു, വളരെ സ്നേഹം കാണിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ എന്റെയോ മറ്റൊരാളുടെയോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അന്നെന്തോ എനിക്ക് സുന്നത്ത് നോമ്പായിരുന്നു എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും നോമ്പിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നോമ്പെടുക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് എന്ന് പറഞ്ഞ് കുറെ ശാസ്ത്രീയമായി അദ്ദേഹം അത് വിശദീകരിച്ചു. ശേഷം എന്നോട് ചോദിച്ചു, നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്തിനാണ്? സ്വർഗത്തിൽ കടക്കാനാണോ? ഞാൻ പറഞ്ഞു, അല്ല, സ്വർഗത്തിൽ കടക്കാനല്ല. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു, പിന്നെന്തിനാണ്? ഞാൻ പറഞ്ഞു, ദൈവത്തെ കാണാനാണ്. ദൈവത്തെ കാണാനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ദൈവത്തെ കാണുമോ? ഞാൻ പറഞ്ഞു, കാണും. വീണ്ടും അദ്ദേഹം എന്നോട് ചോദിച്ചു, ദൈവത്തിന്റെ സൃഷ്ടികളിലെ മനുഷ്യരും മൃഗങ്ങളുമൊക്കെ? അതെ. അപ്പോൾ മൃഗങ്ങളും ദൈവത്തെ കാണുമോ? ഞാൻ പറഞ്ഞു, മൃഗത്തിന് ദൈവത്തെ കാണേണ്ട ആവശ്യമില്ല. എന്താണ് അതിന്റെ കാരണം? ഞാൻ പറഞ്ഞു, മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ അന്തരമുണ്ട്. മൃഗങ്ങളെ സൃഷ്ടിക്കപ്പെട്ടതിന് ദൈവത്തിന് ഒരു ലക്ഷ്യം ഉണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് വേറെ ഒരു ലക്ഷ്യം ഉണ്ട്. മൃഗങ്ങളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം മനുഷ്യ നന്മയാണ്. മനുഷ്യന് വേണ്ടിയാണ് മൃഗം, മനുഷ്യൻ മൃഗത്തിന് വേണ്ടിയല്ല. ഇതുകൊണ്ടാണ് ലോകത്തുള്ള ഏത് മൃഗങ്ങളെയും മനുഷ്യൻ പോറ്റി വളർത്തുന്നുണ്ട്. പാമ്പിനെ പോറ്റി വളർത്തുന്നുണ്ട്, സിംഹത്തെ വരെ മനുഷ്യൻ പോറ്റി വളർത്തുന്നുണ്ട്. വേറെ ഒരു ജീവിയും മനുഷ്യനെ പോറ്റി വളർത്തുന്നില്ല. എല്ലാ ജീവികളും മനുഷ്യന് അധീനപ്പെടുന്നുണ്ട്. മനുഷ്യൻ ഒരു ജീവിക്കും അധീനപ്പെടുന്നില്ല. ഏത് ജീവികളെയും നശിപ്പിക്കാനും വളർത്താനും മനുഷ്യന് കഴിവുണ്ട്. മനുഷ്യനെ ആ രൂപത്തിൽ കൊന്നൊടുക്കാൻ ജീവികൾക്ക് സാധ്യമല്ല. ആകയാൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ ജീവികളെയും സൃഷ്ടിക്കപ്പെട്ടത്. മറുഭാഗത്ത് നമുക്ക് കാണാം, ഒരു പശു അതിന്റെ പാല് അതിന്റെ സ്വന്തം കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ആഴ്ച പ്രായമെത്താത്ത ചെറിയ കുട്ടിയുടെ കഴുത്തിൽ കയറിട്ട് മനുഷ്യൻ പിടിച്ചു മാറ്റി ആ കുട്ടിയുടെ തള്ളയുടെ പാല് മനുഷ്യൻ പാത്രത്തിൽ കറന്നെടുക്കുന്നുണ്ട്. അത് അനീതിയാണെന്ന് പ്രതിപക്ഷത്തുള്ളവരും പറയുന്നില്ല, ഭരണപക്ഷത്തുള്ളവരും പറയുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി പറയാതിരിക്കൂല. ഒരു കക്ഷിയും പറയുന്നില്ല. അത് അനീതിയാണെന്ന് ഇവിടെ ഒരു മനുഷ്യരും വാദിക്കുന്നില്ല, ഒരു മതക്കാരനും പറയുന്നില്ല. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഭാര്യമാർ കുട്ടിക്ക് മുല കൊടുക്കുമ്പോ നമ്മുടെ വർഗത്തിൽപ്പെടാത്ത ഒരു കക്ഷി കയറി വന്ന് കുട്ടിയെ പിടിച്ചു മാറ്റി ഒരു പാത്രവുമായി വന്ന് കറന്നെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൽ എന്തായിരിക്കും, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പോകട്ടെ, ആ കറന്നെടുക്കാൻ വന്നവനെ കുത്തുകയും ചവിട്ടുകയും മാന്തിപ്പറിക്കുകയും കഴിയുന്നതൊക്കെ ചെയ്യാൻ ആ സ്ത്രീ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കണം. എന്തുകൊണ്ട് മനുഷ്യൻ കാണുന്ന ഏത് പശുവാണെങ്കിലും കറക്കാൻ വേണ്ടി മനുഷ്യൻ പാത്രവുമായി ചെല്ലുമ്പോൾ ഒരു പശു ധൈര്യപൂർവ്വം ഒരു ചവിട്ട് കൊടുത്ത് പാത്രം തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പാർട്ടിക്കാരും എല്ലാ മതക്കാരും പാത്രവുമായി ചെന്ന മനുഷ്യനെ കുറ്റം പറയുന്നില്ല. പശുവിനെ എല്ലാവരും കുറ്റം പറയുന്നു. ഒന്നിനും കൊള്ളാത്ത പശു, ചവിട്ടുന്ന പശു. വാസ്തവത്തിൽ ഇവനെ ചവിട്ടിയാൽ മതിയോ? ഇവനെടുത്ത തെറ്റെത്ര വലുതാണ്, ഇവനെ ചവിട്ടിയാൽ മതിയോ? പക്ഷേ ഈ മനുഷ്യനെ ചവിട്ടിയ പശുവിനാണല്ലോ എല്ലാവരും കുറ്റം പറയുന്നത്, മനുഷ്യരെ കുറ്റം പറയുന്നില്ലല്ലോ. എന്താണ് കാരണം? ആരും പശുവിന് വേണ്ടി സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണോ? അല്ലെ പശുക്കൾക്ക് സംഘടനകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ?
അല്ല, മറിച്ച് പശുവിനെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. പാല് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. മത്സ്യം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. സസ്യം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ഒരു കോഴി കുറേ ദിവസം ഇങ്ങനെ അത് വളർന്ന് 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 പിന്നെ കുറെ ദിവസം അതിങ്ങനെ ദിക്റൊക്കെ ചൊല്ലി കുറെ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി പിന്നെ കുറെ അവിടെയും ഇവിടെയൊക്കെ ഓടിക്കയറി. ഈ കോഴി മുട്ടയിടുമ്പോൾ ആന പ്രസവിക്കും പോലെയല്ല. ആന പ്രസവിക്കുമ്പോൾ ഇവരാരും അറിയൂല. അതേ സമയത്ത് പൂവൻകോഴി ഒരു പെടക്കോഴി മുട്ടയിടുമ്പോൾ പൂവൻകോഴി മുട്ടയിടൂല, പൂവൻകോഴി ശബ്ദിക്കുകയുള്ളൂ. അതേ സമയത്ത് പെടക്കോഴി ശബ്ദിക്കാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അതെന്താ കാരണമെന്നറിയോ? അതിപ്പോ ഞാൻ പറയുന്നില്ല. അതായത് പെടക്കോഴി ശബ്ദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ലോകത്ത് ഒരു പെടക്കോഴിയും കൂകുന്നില്ല. പൂവൻകോഴി മാത്രമേ കൂകുന്നുള്ളൂ. പെടക്കോഴി മുട്ടയിടുകയാണ്. ആ മുട്ടയിടുന്ന കോഴി അത് കുറെ ഇങ്ങനെ ഓടി നടന്ന് കുറച്ചൊക്കെ ശബ്ദമുണ്ടാക്കുകയും സുബ്ഹാനല്ലാഹ് കുറച്ചൊക്കെ ബഹളം വെക്കുകയും, ആ ബഹളം ഒരു പത്തായത്തിന്റെ മുകളിൽ കയറി, പിന്നെ ഉറീന്റെ മുകളിൽ കയറി, പിന്നെ അമ്മീന്റെ മുകളിൽ കയറി. ഇത് മുട്ടയിടുന്ന സമയത്ത് വലിയ കോലാഹലാണ്. ഏകദേശം നമ്മുടെ സുന്നിയല്ലാത്ത കക്ഷികളുടെ പരിപാടികൾ പോലെ ഉണ്ടാവും. അവര് ചെറിയ പരിപാടിയാണെങ്കിലും ഭയങ്കര അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ ഒട്ടാകെ പ്രചരണവും. ഈ തീവ്രവാദികൾ പോലെയുള്ള കക്ഷികളൊക്കെ ഒട്ടാകെ പ്രചരണം നടത്തും. കക്ഷികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് നമ്മുടെ സിറാജുൽ ഹുദ പോലെ മർക്കസ് പോലെയുള്ളതാകുമ്പോ ആന പ്രസവിക്കുന്ന അതിന് വിവരാരും അറിയലുണ്ടാവില്ല, വലിയ സംഗതിയായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പെടക്കോഴി അതിങ്ങനെ കുറെ ഓടുകയും ചാടുകയൊക്കെ ചെയ്ത് അവസാനം മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ടയിട്ട് കഴിഞ്ഞ ഉടനെ മനുഷ്യൻ പോയിട്ട് മുട്ടയെടുത്തു പോന്നു. എന്നിട്ട് അത് പുഴുങ്ങിയിട്ട് ഒരു കഷ്ണം ആ കോഴിക്ക് കൊടുത്തില്ല. അതുപോലെ തന്നെ മറ്റ് പൂവൻകോഴിക്ക് കൊടുത്തില്ല. അച്ഛനുമില്ല അമ്മക്കുമില്ല. അത് നമ്മൾ തിന്നു, അല്ലെ നമ്മളെ കുട്ടികൾ തിരിച്ചു. ഇത് തെറ്റാണെന്ന് എന്റെ ആരും പറയാത്തതിന്റെ കാരണം കോഴിയെയും മുട്ടയെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. ആ മനുഷ്യന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ആ മനുഷ്യൻ എന്ന് പറയുന്ന ഉന്നതമായ സൃഷ്ടി, അവനെ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തെ അറിയാനും ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ദൈവം കൊടുക്കുന്ന കാറ്റലോഗ് അനുസരിച്ച് അവന്റെ അവയവങ്ങൾ ചലിപ്പിക്കാനുമാണ്. ഇതുകൊണ്ടാണ് ദൈവവും മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമാണ്. ദൈവം കൊടുക്കുന്ന ആ അനുഗ്രഹങ്ങൾ അത് ദൈവത്തിന്റെ സംതൃപ്തിയിൽ ചെലവഴിക്കാൻ മനുഷ്യൻ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ ദൈവം ഏറ്റവും ഉന്നതനാണ്. ലോകത്തുള്ള എല്ലാ പള്ളികളിലും വെച്ചും വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, ദൈവം വലിയവനാണ്. ഒരു സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയോ മാനേജറോ ആയതുകൊണ്ട് ഞാൻ വലിയവനല്ല, പ്രസിഡന്റ് വലിയ ആളല്ല, ഒരു അധ്യക്ഷൻ വലിയ ആളല്ല, ഒരു പ്രിൻസിപ്പൽ വലിയ ആളല്ല, ഒരു സദുർസ്ഥാദ് വലിയ ആളല്ല. വലിയവൻ ദൈവമാണ്, പടച്ചവൻ വലിയവനാണ്. നമ്മളൊക്കെ ആ പടച്ചവന്റെ അടിമകൾ മാത്രമാണ്. അവൻ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിശ്ചയിച്ചു തന്നത് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അവൻ നിശ്ചയിക്കാത്തതൊന്നും നമുക്ക് നേടാൻ കഴിയില്ല. ഇന്നലെ എന്നെ എറണാകുളത്തു നിന്ന് ഒരാൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ വിവാഹാവശ്യത്തിനു വേണ്ടി കാണാൻ ഒരുപാട് ആളുകൾ വന്നു. അവരൊക്കെ വന്നിട്ട് നോക്കി, അവർ തിരിച്ചുപോയി. 10-20 ആളുകൾ വന്ന് തിരിച്ചുപോയി. ആ പെൺകുട്ടിക്ക് ഒരു ടെൻഷൻ, ആ പെൺകുട്ടിക്ക് വിഷമം. അവളിപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു, എന്നെ ഒരു ഭർത്താവ് സ്വീകരിച്ചില്ലല്ലോ, ടെൻഷൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? മദ്രസയിൽ 2ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചത് എന്താണ്? വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഇവിടെ ഏത് കാര്യങ്ങളും സംഭവിക്കുന്നത് പടച്ചവനിൽ നിന്നാണ്, അല്ലാഹുവിൽ നിന്നാണ്. അവൻ നിശ്ചയിച്ചതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല. അവൻ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ചത് നടക്കും. അവൻ നിശ്ചയിച്ചതെല്ലാം നടക്കും. ഒരു പക്ഷേ 20 ആളുകൾ നിന്നെ വിവാഹാലോചന നടത്തി കാണാൻ വന്നെങ്കിൽ അവർക്കൊന്നും നിന്നെ കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ വന്നുപോകാനാണ് അവന്റെ തീരുമാനമെങ്കിൽ അവർ വന്നുപോകും. അവസാനം നിനക്ക് നല്ല ഒന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു തരും എന്ന് ആ പെൺകുട്ടിയുടെ സമാധാനത്തിനു വേണ്ടി ഞാൻ അവളോട് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വളരെ സമാധാനം ലഭിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, നാം അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം വേണം. മിനിഞ്ഞാന്നൊരു സ്ത്രീ എന്നെ വിളിച്ചു. ആ സ്ത്രീ വിളിച്ചിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് എന്നോട് വരൂ, എനിക്ക് പേടിക്കുന്നു, വിറക്കുന്നു, പനിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താണ്? അത് എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചിരിക്കുന്നു. എന്നിട്ടോ ആ തൂങ്ങി മരിച്ചപ്പോ പലരും എന്നോട് പറഞ്ഞു, അവള് തൂങ്ങി മരിച്ചതുകൊണ്ട് ഇവിടൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ പേടിച്ചു, എനിക്ക് പരിക്കുന്നു, വിറക്കുന്നു. എന്ന് സത്യം പേടിച്ചു വിറക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാ നിന്നോടത് പറഞ്ഞത്?
ഒരു പേടിയും നീ പേടിക്കണ്ട. അയാൾ മരിച്ചു പോയില്ലേ, തൂങ്ങി മരിച്ചാണെങ്കിൽ അയാൾ തൂങ്ങി അങ്ങനെ പോയില്ലേ, ഇനി നമ്മളെന്തിനു പേടിക്കണം? ഒരാൾ തൂങ്ങി മരിച്ചു, ആ തൂങ്ങി മരിച്ച മനുഷ്യരെ കൊണ്ട് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ശല്യം വരും, അവരൊക്കെ വന്ന് ബുദ്ധിമുട്ടിക്കും എന്നൊരു വിശ്വാസം സ്ത്രീകളുടെ മനസ്സിലുണ്ടായാൽ ആ സ്ത്രീകൾ ഭീരുക്കളായി അവസാനം അവർക്ക് മാനസിക രോഗികളായി പോകും. ഞാൻ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം ഞാൻ ചില ഖുർആൻ സൂക്തങ്ങൾ ഓതാൻ വേണ്ടി ആ സ്ത്രീയോട് പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട, ആര് പറഞ്ഞാലും ശരി ഞാൻ പറഞ്ഞ് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി വിളിച്ച് എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി, പനിയൊക്കെ മാറിപ്പോയി, ഒരു പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞൊക്കെ ഞാനിപ്പോൾ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ മറ്റ് പല വിശ്വാസങ്ങളും മനുഷ്യനുണ്ടാകാം, അതിന്റെ പേരിൽ മനുഷ്യൻ പ്രയാസപ്പെടുന്നുണ്ടാകാം. പക്ഷേ ആ മനുഷ്യൻ ഏറ്റവും ഉന്നത ജീവിയാണ് എന്ന ബോധം മനുഷ്യനുണ്ടാകണം. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, ആ ജീവി വളരെ അത്ഭുതകരമായൊരു ജീവിയാണ് മനുഷ്യൻ. അത്ഭുതകരമായൊരു ജീവിയാണ് മനുഷ്യൻ. എല്ലാ ജീവികളെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ആ മനുഷ്യനെ സൃഷ്ടിച്ച ലോക സൃഷ്ടാവ് മനുഷ്യന് ഒരു കാറ്റലോഗ് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് അവയവങ്ങളും ഏത് ശരീരവും എങ്ങനെ ചലിപ്പിക്കണം, എപ്പോൾ ചലിപ്പിക്കണം, എന്തിന് ചലിപ്പിക്കണം, അതിനൊരു കാറ്റലോഗുണ്ട്. ഏതൊരു കമ്പനിയിൽ നിന്നും ഒരു വസ്തു പുറത്തിറങ്ങുമ്പോൾ ആ വസ്തു എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് കാറ്റലോഗുണ്ട്. ആ കാറ്റലോഗ് അനുസരിച്ച് ആ വസ്തു ഉപയോഗിച്ചാൽ ഒരിക്കലും അപകടം സംഭവിക്കുകയില്ല. ആ കാറ്റലോഗിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പലപ്പോഴും അബദ്ധം സംഭവിക്കും. ചിലപ്പോൾ കരണ്ട് പിടിക്കും, ചിലപ്പോൾ സാധനം നശിക്കും, ചിലപ്പോൾ നമ്മൾ നശിക്കും. ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ്? ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യന് വേണ്ടി പഠിച്ചതാ. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ജയേഷ് ഡോക്ടറോട് പറഞ്ഞു, സാർ മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. ആ മനുഷ്യന് വേണ്ടിയാണ് മറ്റുള്ളതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അതിന്റെ ഡ്യൂട്ടി അതിന്റെ ജീവിതത്തോടെ കഴിഞ്ഞു. ഇനി ഇവിടെ നിലനിൽക്കുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൈവത്തെ കാണും. പക്ഷേ മനുഷ്യൻ ദൈവവുമായി അടുക്കണം. മനുഷ്യൻ ദൈവത്തിന്റെ തൃപ്തിയിൽ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ മനുഷ്യന് ദൈവത്തെ കാണാൻ കഴിയും. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഞാൻ പലരോടും ഇങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. ചോദിച്ചാൽ അവർ ഒരു ചോദ്യത്തിന് മറുപടിയും രണ്ടാമത്തേന് മുട്ടും, അങ്ങനെയാണ് പതിവ്. ഇപ്പൊ നിങ്ങൾ ഇതുവരെ തുടർന്നു കൊണ്ടുപോയ സ്ഥിതിക്ക് നമുക്ക് കൂടുതൽ സമയം ഇരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, പക്ഷെ അയാൾക്ക് എന്നെക്കാളും തിരക്കാണ്, എനിക്ക് അയാളെക്കാളും തിരക്കാണ്, ഇതുവരെ പിന്നെ ഇരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവി, ആ ജീവിക്ക് ലോകസൃഷ്ടാവ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് വിശേഷബുദ്ധി. അത് വേറെ ജീവികൾക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറമ്പിലൊക്കെ പുല്ല് തിന്നുന്ന കാളകൾ, പശുക്കൾ, പല ജീവികളെയും കാണാം. അവകൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ക്ഷണിച്ച സ്ഥലത്ത് നിന്ന് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന നിബന്ധന അതിനില്ല. നമ്മളൊക്കെ ഹോട്ടലുകളിൽ നിന്ന് ക്ഷണിക്കാതെ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷേ ഇറങ്ങിപ്പോരുമ്പോൾ ബില്ലെത്രയാണെന്ന് ചോദിച്ച് ക്യാഷും കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പോത്ത് പുല്ലും തിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്റെ ബില്ലെത്രയാണെന്ന് ചോദിക്കൂല. കാരണം അതിന് അങ്ങനെ ഒരു മാന്യതയുടെ പ്രശ്നം ഇല്ല. മറ്റൊരു ജീവി, മനുഷ്യനല്ലാത്ത ഒരു ജീവി, ആ ജീവിക്ക് അതിന്റെ ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കണം എന്ന ചിന്തയില്ല. ലോകത്തേതെങ്കിലും മൃഗങ്ങൾ ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് തുണിയെടുക്കാറില്ല. കാരണം അതിന് അതിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെയാണ്. അതിന് സന്താന ലബ്ധിയുണ്ടാകാൻ ബന്ധപ്പെടുന്ന സ്ഥലത്ത് രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ല. വിവാഹം വേണം എന്ന ചിന്തയില്ല. വിവാഹത്തിലൂടെ സന്താനോൽപാദനം നടത്തുക എന്ന ചിന്ത മൃഗങ്ങൾക്കില്ല. അതുപോലെ രഹസ്യം പരസ്യം അങ്ങനെ ഒരു വ്യത്യാസമില്ല. എന്താണ് കാരണം? വിശേഷബുദ്ധിയില്ല എന്നതാണ്. ഇതുപോലെ അവകളുടെ ശരീരത്തിന്റെ മനുഷ്യപ്രകൃതി പോലെയല്ല. മനുഷ്യന്റെ പ്രകൃതി ഒരുപാട് കഴിവുകളുള്ള പ്രകൃതിയാണ്. ഇപ്പോൾ ഞാൻ ഈ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൈ അതുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾ നാവ് കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും കൈകൊണ്ടാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ കൈകൊണ്ടാണ് ചെറുത് വലുത് അങ്ങനെ പറയുമ്പോഴേ കുട്ടികൾക്ക് അത് മനസ്സിലാവുള്ളൂ. നേരെ മറിച്ച് ഒരാൾ വലുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരം, ആ സംസാരം ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൈ സഹായകമാണ്. കൈ സഹായിക്കാത്ത ഒരു വിഷയവും ഇല്ല.
അതുകൊണ്ടാണ് മനുഷ്യർ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ആ രാജ്യം അവന്റെ കയ്യിലാണ്, അതായത് അവന്റെ കാലിലാണ് എന്ന് പറയാതിരുന്നത്. അത് അവന്റെ കയ്യിലാണ് എന്ന് പറയാൻ കാരണം, കൈയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി വർക്ക് ചെയ്യുന്ന, ആക്റ്റീവായി നിൽക്കുന്ന വസ്തു കൈയാണ്. എല്ലാ രംഗത്തും കൈ പ്രവർത്തിക്കും. ഇതുപോലെ കൈ എന്ന് പറയുന്ന വസ്തുവിന്റെ സൃഷ്ടിപ്പ് തന്നെ അത്ഭുതകരമാണ്. വളരെ ചൂടുള്ള തീ കത്തുന്ന ഒരു അടുപ്പിന്റെ മേലെ പാത്രം എടുത്തു വെക്കാൻ ദൂരെ നിന്ന് ഇങ്ങനെ പാത്രം എടുത്തു വെക്കാം, വസ്ത്രത്തിനൊന്നും തീപിടിക്കുകയില്ല, കൈ അത്രയും നീണ്ടുപോകും. മേലെ നിന്ന് മാങ്ങ പറിക്കാൻ മേൽപോട്ടേക്ക് ഉയർത്താം, താഴെ നിന്ന് കിഴങ്ങ് കിളക്കാൻ താഴോട്ടേക്കും കൊണ്ടുപോകാം. അടക്കി അവിടെ വെച്ചാൽ നമ്മളെ പഴയ കാലത്തുള്ള കൊട പോലെ മൂടി വെച്ച പോലെ നിൽക്കും. അതൊന്നുകൂടി കൂട്ടിയാ പുതിയ കാലത്തുള്ള കൊട പോലെ. സംഗതി നനിയെങ്കിലും പുതിയ കൊട അങ്ങനെയാണല്ലോ, നനയലും നനിയും കൊട ചൂടിയെന്ന് പറയുകയും ചെയ്യാം. അപ്പൊ ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കും. അതേ കൈ തന്നെ നമുക്കറിയാം, അതിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും, വിരൽ 2 വിരൽ കൂട്ടിപ്പിടിച്ചാൽ ഒരു ക്ലിപ്പ്, ഒരു ഇറുക്ക, കുറെ വിരൽ കൂട്ടിപ്പിടിച്ചാൽ മാന്തി, അതേ വിരൽ ഇങ്ങനെ പിടിച്ചാൽ വൈപ്പർ, അത് മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ മുട്ടി, അതേ സാധനത്തിന് ഇങ്ങനെ പിടിച്ചാൽ സ്പൂണ്, രണ്ടും കൂട്ടിപ്പിടിച്ചാൽ വലിയ പാത്രം, ഇങ്ങനെ തുടങ്ങി ഈ കൈ തന്നെ എന്തൊരു അത്ഭുതകരമായ സൃഷ്ടിയാണിത്. ഈ കൈ, ആ കൈ കൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു, പശുവിന്റെ കൈയോ ആടിന്റെ കൈയോ ഇതുപോലെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം ദന്താശുപത്രികൾ പല സ്ഥലത്തും നമ്മൾ കാണുന്നു. പല്ലിന്റെ ഡോക്ടർമാര് ധാരാളം. അതിന് പഠിക്കണമെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് റുപ്യൊക്കെ ചെലവഴിച്ചിട്ട് ചിലർ പഠിക്കുന്നു. ചിലർ നല്ലോണം പഠിച്ച് മിടുക്കന്മാരായി പഠിച്ചിട്ട് അവർ പൈസ ഒന്നും കൊടുക്കാതെ ഗവൺമെന്റ് കോളേജുകളിലും പഠിക്കുന്നു. കുറച്ച് പൈസ ഒക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ അധികം പഠിക്കാനൊന്നും കഴിയില്ലാന്ന് വിചാരിച്ച് അവർ മടിയന്മാരായിട്ട് ചിലപ്പോൾ പൈസ കൊടുത്ത് പഠിക്കുന്നവർ അങ്ങനെയും ഉണ്ടാകാം. ചിലർ പഠിക്കുമ്പോൾ സൗകര്യപൂർവ്വം താമസിച്ച് പഠിക്കണമെന്ന് അങ്ങനെ പഠിക്കുന്നവരും ഉണ്ടാകാം. എല്ലാവരെയും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കച്ചവടം എന്ന് ഇപ്പൊ എല്ലാ കക്ഷികളും പറയുന്ന ഒരു വാക്കാണ്. എനിക്കതിനെ സംബന്ധിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് ഒരു മൈനയും മനസ്സിലായില്ല, ഒരർത്ഥവും മനസ്സിലായില്ല. എന്തേ വിദ്യാഭ്യാസ കച്ചവടം എന്ന് പറയാൻ എനിക്ക് മനസ്സിലായില്ല. എന്തേ ഇവിടെ കള്ള് കച്ചവടം നടക്കുന്നുണ്ട്. വലിയ സൗകര്യമുള്ള സാധനം. ഈ കള്ള് തന്നെ വലിയ നല്ല സാധനമാണ്. കള്ള് കുടിച്ചു വന്നാൽ വൈകുന്നേരം എന്താ സംഭവിക്കാന്ന് നമുക്കൊക്കെ അറിയാലോ. വീട്ടിലുള്ള പെണ്ണിനെ തല്ലി, കുട്ടികളെ ചീത്ത പറഞ്ഞ്, നാടൊട്ടാകെ ചീത്ത പറഞ്ഞ് നടക്കുന്ന കള്ള്, ആ കള്ള് കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെ ഒരു പാർട്ടിക്കാരും സംസാരിക്കുന്നില്ല. വിദ്യാഭ്യാസ കച്ചവടം തന്നെ ആയിന്ന് വെക്കുക എന്നാ എന്താ കുഴപ്പം? നല്ല സാധനമല്ലേ. ഒരു മോശമായ സാധനം വിൽക്കുമ്പോഴും കൊള്ളുമ്പോഴും അല്ലേ അതിനെ എതിർക്കേണ്ടുള്ളൂ. വിദ്യാഭ്യാസ കച്ചവടം ചെയ്യാതെ ഏറ്റവും നല്ല കച്ചവടമല്ലേ അത്, കച്ചവടമാണെങ്കിൽ തന്നെ. പക്ഷേ എന്തോന്ന് എനിക്കറിയില്ല, അതിന്റെ പിന്നിലുള്ളത് അസൂയാണോ എന്നൊരു ചെറിയ സംശയം എനിക്കുണ്ട്. അങ്ങനെയുണ്ട്. അതായത് നടന്നു പോകുന്നവന് സൈക്കിളും പോകുന്നവനോട് അസൂയ, സൈക്കിളും പോകുന്നവന് ഓട്ടോറിക്ഷ പോകുന്നവനോട് അസൂയ, ഓട്ടോറിക്ഷ പോകുന്നവനോട് ജീപ്പിൽ പോകുന്നവനോട് അസൂയ, ജീപ്പിൽ പോകുന്നവന് ബസ് പോകുന്നവനോട് അസൂയ, അല്ലെ തിരിച്ച്. പിന്നെ കാറിൽ പോകുന്നവനോട് അല്ലാതെ പോകുന്നവന് അസൂയ, കാറിൽ പോകുന്നവന് ഹെലികോപ്റ്ററിൽ പോകുന്നവനോട് അസൂയ. ഇങ്ങനെ അസൂയ എന്ന ഒരു രോഗം മനുഷ്യന്റെ തലയിൽ കയറിയതിനാൽ ഒട്ടാകെ പ്രശ്നമാണ് ലോകത്ത്. ഞാൻ ചോദിക്കട്ടെ, ബസ്സിൽ പോകുമ്പോ കുറെ ആൾ കാറിൽ പോകുന്നുണ്ടാല് നല്ല മനസ്സാണ് നമ്മളെന്താ വേണ്ട? പഠിച്ചവനെ ഇങ്ങനെ കുറെ ആളുകളെ നീ കാറിൽ പറഞ്ഞേക്കണേന്ന് പ്രാർത്ഥിക്കല്ലേ വേണ്ട? എന്നാലോ അത്രയും ബസ് കുറയൂലേ? നമ്മളെ ബസ്സിൽ അത്രയും തിരക്ക് കുറയില്ല കുറെ ആളുകൾ കാറിൽ പോയാ. ഇതുപോലെ ഞാൻ മനസ്സിലാക്കുകയാണ് ഈ പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുറെ വിദ്യാർത്ഥികൾ പോയി പഠിച്ചാൽ അത്രയും നമുക്ക് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിരക്ക് കുറയൂലേ? അത്രയും നമ്മളെ സാധുക്കളായ കുട്ടികൾക്ക് അത്രയും സീറ്റ് കിട്ടൂലേ? അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് പ്രൈവറ്റ് വിദ്യാഭ്യാസത്തിൽ അവരുടെ കുടുംബജീവിതത്തിന് വഴി കാണൂലേ? എല്ലാവർക്കും ജോലി കൊടുക്കാൻ സർക്കാരിന് കഴിയോ? അപ്പൊ അങ്ങനെയും കുറെ നന്മകൾ ഈ സമൂഹത്തിന് രാഷ്ട്രത്തിന് കിട്ടൂലേ? അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എന്തിനാണ് തിരിച്ചു ചിന്തിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്റെ വീട്ടിന്റെ മുന്നിലെ വീട് വളരെ ഭംഗിയുള്ളതാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ കാരണം? അതിന്റെ ഭംഗി എനിക്കെപ്പോഴും കണ്ടൂടെ? ആ വീട്ടിന്റെ ഭംഗി അവര് കാണൂല, അവരുള്ളിലല്ലോ അവരുടെ കാണുന്നത്. എന്റെ വീട് ഞാൻ എത്ര മോടി പിടിച്ചാലും എനിക്ക് അതിന്റെ ഭംഗി കാണാൻ കഴിയില്ലല്ലോ, കാരണം അത് അപ്പുറത്തെ വീട്ടുകാരല്ലേ കാണുന്നത്. എനിക്ക് ഭംഗി കാണണമെങ്കിൽ അപ്പുറത്ത് കാണണ്ടേ? എന്റെ കീശയിൽ ഒരു സാധനം വെച്ച് എനിക്ക് കാണണമെങ്കിൽ എന്റെ കണ്ണിന് മുമ്പിൽ വെക്കണ്ടേ? അപ്പൊ എനിക്ക് എന്റെ നേരെ മുമ്പിലെ വീട് നല്ല ഭംഗിയിൽ കണ്ടാൽ, ഈ മനുഷ്യന് ആസ്വാദനം എന്നൊന്നുണ്ട്. നല്ല ശബ്ദം, നല്ല ശബ്ദത്തിലുള്ള പാട്ട്, നല്ല ശബ്ദത്തിലുള്ള ഗാനം, അത് ആസ്വാദനമാണ്, കേൾവിയുണ്ട്. അതുപോലെ തന്നെ രുചി, നല്ല രുചിയുള്ള ഭക്ഷണം, അത് ആസ്വാദനമാണ്. അതേസമയത്ത് അതിനേക്കാളും വലുതാണ് കാഴ്ച കൊണ്ടുള്ള ആസ്വാദനം. ഈ കാഴ്ച കൊണ്ടുള്ള ആസ്വാദനം ഒരു നല്ല കാഴ്ച, നല്ല ആസ്വദിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. ഈ ആസ്വദിക്കാൻ കഴിയുന്ന നല്ല കാഴ്ച അപ്പുറത്തെ ഒരു മനുഷ്യന്റെ വീട് നല്ല ഭംഗിയിലായാൽ അത് ആസ്വദിക്കുന്നത് ഞാനല്ലേ, എനിക്കല്ലേ സുഖം. ഞാൻ വൃത്തികേടായാൽ എനിക്കിങ്ങനെ കാണണ്ടേ?
അത് നമുക്ക് വേഗം മനസ്സിലാകണമെങ്കിൽ ഞാൻ പറയാ, ഒരു മനുഷ്യർ കൊഞ്ഞനം കാട്ടിയാൽ നമുക്കെന്തിനാ ദേഷ്യം പിടിക്കുന്നു? ഒരാൾ കൊഞ്ഞനം കാട്ടിയാൽ നമുക്കെന്തിനാ ദേഷ്യം പിടിക്കുന്നത്? കാരണം അയാളെ മുഖയല്ലേ മോശമായത്, പക്ഷെ നമുക്കാണ് വെറുപ്പിടിക്കുന്നത്. എന്താ കാരണം? നമ്മൾ നല്ലത് ആസ്വദിക്കുന്നതിന് പകരം അയാൾ ചീത്ത ആസ്വദിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കൊഞ്ഞനം കാട്ടിയ മുഖം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ വളരെ സന്തോഷമായി. അയാളെ പല്ല് വിളിച്ചതായിട്ട് നമുക്കെന്താ കാര്യം? അപ്പോ അതിന്റെ കാരണം മനുഷ്യന്റെ കണ്ണിന് ആസ്വദിക്കാനാണ്. അപ്പൊ തൊട്ടടുത്ത വീട് വളരെ ഭംഗിയായ വീടാണെങ്കിൽ അത് കണ്ട് നമുക്ക് ആസ്വദിക്കാമല്ലോ. അപ്പൊ അടുത്ത വീട് നല്ല ഭംഗിയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ഏകദേശം മനുഷ്യരുടെയും സ്വഭാവം എന്താണെന്നറിയോ? ഏകദേശം മനുഷ്യരുടെയും സ്വഭാവം മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു വിഷമാണ്. ഞാൻ ചോദിക്കാണ്, എന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരൻ വലിയ പണക്കാരനായി, എനിക്ക് വളരെ സൗകര്യമില്ലേ, ഇടയ്ക്കൊക്കെ അയാളോട് സംഭാവന വാങ്ങാം, സിറാജുലുദ്ദീന്റെ റെസീറ്റ് കൊടുക്കാം. ഇനി അയാൾ 5 പൈസയും കൊടുക്കാത്ത ഒരു വലിയ ലുബ്ധനാണെങ്കിലോ, എന്നാൽ അദ്ദേഹത്തോട് കടം വാങ്ങാം. അയാൾ കടവും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല സാർ, പിന്നെ പഹയനുണ്ടായിട്ടെന്താ? ഞാൻ ചോദിക്കട്ടെ, എന്നാൽ അയാൾ കടം ചോദിക്കൂലല്ലോ. അയാളെ കയ്യിൽ ധാരാളം ഉണ്ടാവും, അയാൾ കടം ചോദിക്കൂലല്ലോ, നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അപ്പൊ എങ്ങനെയാലും ഒരു മനുഷ്യൻ ഉണ്ടായാൽ നമുക്ക് ഗുണമില്ലാതെ ദോഷം വരുന്നില്ലല്ലോ. ഒരാൾക്കുണ്ടായ അയാൾ സംഭാവന ചോദിച്ചു വരൂലല്ലോ, അയാൾ അപേക്ഷ തരൂലല്ലോ, അയാൾ കടം ചോദിക്കൂലല്ലോ. ഉണ്ടായാ ഗുണല്ലേ? എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ചൂടെ? എന്തിനാണ് തിരിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ആലോചിക്കണം, മനുഷ്യനും മൃഗവും ഒരുപോലെയല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം നിങ്ങൾ പറഞ്ഞോന്നറിയില്ല. ഒരു ഡെന്റൽ ഹോസ്പിറ്റൽ, ഒരു ദന്താശുപത്രി. ഈ ദന്താശുപത്രിയിൽ നമ്മൾ ചെന്നാൽ കുറെ പല്ലിന്റെ രോഗികൾ, ആ പല്ലിന്റെ രോഗികൾ പല്ലിന് വേദനയായി കുറെയൊക്കെ മരുന്നൊക്കെ കുറിച്ച് ഒരു നിലക്കും നിവൃത്തിയില്ലാതെയായി അവസാനം പല്ലെടുക്കാൻ വേണ്ടി വെച്ചു. നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിയാണ്. ഡോക്ടർമാരെ സമരത്തിലായാലും ഇല്ലെങ്കിലും ഈ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു പുരോഗതിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർമാർക്കൊക്കെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അതുകൊണ്ട് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കാതെ സമരം ചെയ്യാൻ പാടില്ല എന്നുമാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഏതുപോലെ ശാരീരിക രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ സമരം ചെയ്തുകൊണ്ട് അവർ ഈ രോഗികളെ ചികിത്സിക്കാതിരുന്നാൽ ആത്മീയ രംഗത്ത് മനസ്സിന് ചികിത്സിക്കുന്ന അധ്യാപകരായ ആളുകൾ അതാ സമരം ചെയ്ത് സ്കൂൾ മുടക്കുന്ന മാതിരി ഉണ്ടാവും. അധ്യാപകന്മാർ സ്കൂൾ മുടക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ചുരുന്നു ഹൃദയങ്ങൾ, അത് ഏത് വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരാണെങ്കിലും ശരി, ഈ കുരുന്നു ഹൃദയങ്ങളായ ചെറിയ മക്കൾ, അവരുടെ പഠനം മുടക്കിയാൽ അതിനർത്ഥം ഈ കുരുന്നു ഹൃദയങ്ങളിലെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരുപക്ഷെ രക്ഷിതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെ മാനേജ്മെന്റ് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഒരുപക്ഷെ സർക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഞാൻ പറയാം, പക്ഷേ രോഗികൾ എന്ത് തെറ്റ് ചെയ്തു? രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർമാർ മുടക്കി സമരം ചെയ്താൽ ഞാൻ ചോദിക്കട്ടെ, വയറ്റിൽ വേദന അയാൾ എന്താ ചെയ്ത തെറ്റ്? ഹാർട്ടിന് രോഗമായ രോഗി എന്ത് ചെയ്ത തെറ്റെന്ത് ചെയ്തു? ഡോക്ടറോട് വല്ല തെറ്റും ചെയ്തു? അപ്പോൾ അവിടെ രോഗികളുടെ ചികിത്സ നിർത്തിയിട്ട് സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ ഈ രീതി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഡോക്ടർമാർക്ക് അർഹതപ്പെട്ടത് അവർ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചതോ ആണെങ്കിൽ പഠിച്ചവനും പഠിക്കാത്തവനും ഒരുപോലെ ആയ പറ്റൂലല്ലോ. പഠിച്ചവന് കുറച്ച് ബഹുമാനില്ലേ, ആ ബഹുമാനം സർക്കാരും വകവെച്ചു കൊടുക്കണം. അതേ സമയത്ത് സർക്കാർ ചെയ്തില്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് നിങ്ങളോട് അധ്യാപകന്മാരോട് തെറ്റ് ചെയ്ത പോലെയാണ്. അതിന് കുട്ടികളോട് കാണിക്കാൻ പാടില്ല, കുട്ടികളതിന് ഉത്തരവാദിയല്ലല്ലോ. അതുപോലെ രോഗികളോട് കാണിക്കാൻ പാടില്ലല്ലോ. ഇരിക്കട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും അത്തരം പരിപാടികൾ നടക്കാത്തതിന്റെ കാരണം നിങ്ങളൊക്കെ വിശാലമായി ചിന്തിക്കുന്ന സ്റ്റാഫുകളായതുകൊണ്ടാണ് എന്നെനിക്കറിയാം. ചിലപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ശമ്പളം കിട്ടിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, നാം എപ്പോഴും വളരെ വിശാലമായി ചിന്തിക്കാൻ മനുഷ്യരാകുന്ന നമുക്ക് കഴിയണം എന്നാണ്. ഇരിക്കട്ടെ, ഒരു ഡെന്റൽ ഹോസ്പിറ്റൽ, ആ ഡെന്റൽ ഹോസ്പിറ്റൽ കുറേ രോഗികൾ ഇങ്ങനെ മരുന്ന് അവരെ തരിപ്പിച്ചിട്ട് ഇരിക്കുന്നു. ഒരു ദന്താശുപത്രിയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി അതാണ്. കുറെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ തരിപ്പിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഈ തരിപ്പിച്ചിരുന്ന ആളുകൾ എന്തിനു വേണ്ടി ഇങ്ങനെ കായെന്ന് ചോദിച്ചാൽ പല്ലിന് കേടുവന്നിട്ട്. ഈ പല്ലിന് കേടുവന്നതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേണ്ടതുപോലെ പല്ല് വൃത്തിയാക്കാത്തതായിരിക്കും. ധാരാളം പല്ല് വൃത്തിയാക്കുക അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമായൊരു വിഷയമാണ്.
ഇസ്ലാമിൽ അതിന്റെ രീതി തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് തേക്കൽ പ്രത്യേകം മുഹമ്മദ് നബി കൽപ്പിച്ചു. ഉറങ്ങി തെളിഞ്ഞാൽ അപ്പോൾ പല്ല് തേക്കാൻ കൽപ്പിച്ചു. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് തേക്കാൻ കൽപ്പിച്ചു. അത് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെയും പല്ല് തേക്കാൻ കൽപ്പിച്ചു. അങ്ങനെയാണ്. പിന്നെണ്ടോ എന്തെങ്കിലും ഒരു തകരാറ് പല്ലിന് സംഭവിക്കാൻ കാരണമാകുന്നു. പക്ഷെ അങ്ങനെ നമ്മളാരും ചെയ്യാറില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റലോഗ് അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വസ്തു കേടുവരും എന്നത് മറ്റൊരു വിഷയമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദന്താശുപത്രിയിൽ എത്ര മനുഷ്യന്മാരാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, ജീവിതത്തിൽ തീരെ പല്ല് തേക്കാത്ത ജീവികളുണ്ടല്ലോ. നമ്മളെ വീട്ടിലെ പശു എപ്പോഴെങ്കിലും പല്ല് തേച്ചിനോ? ആട് പല്ല് തേച്ചിരുന്നോ? പോത്ത് പല്ല് തേച്ചിരുന്നോ? എന്നാലോ നമ്മളെപ്പോലെ കഴുകിയിട്ടൊക്കെയാണോ മൂപ്പര് ഭക്ഷണം പാകം ചെയ്യാറ്? അല്ലെ കഴുകിയിട്ടൊക്കെയാണോ വായിൽ വെള്ളമൊക്കെ കുപ്പിളിച്ചിട്ടാണോ പോകാറ്? ഇതൊന്നും എല്ലാവരും. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഏതെങ്കിലും പോത്തുങ്ങൾ ഇങ്ങനെ തരിപ്പിച്ചിരുന്നത് കണ്ടിനോ? ഏതെങ്കിലും കാളകളോ പശുക്കളോ പല്ല് തരിപ്പിച്ചിട്ടിരുന്നത് കണ്ടിരുന്നോ? എന്തേ കാണാതെ പോയത്? അവകളെ പല്ലിന് ഒരു കേടുമില്ലാതെ പടച്ചവൻ സംരക്ഷിക്കുകയാണ്. എന്താ കാരണം? നമ്മളെപ്പോലെ തേക്കാൻ പറ്റുന്ന കൈ അള്ളാഹ് അതിന് കൊടുത്തിട്ടില്ല. പല്ല് തേക്കാൻ പറ്റുന്ന കൈയുടെ നിങ്ങൾ പശു എന്ന് പല്ല് തേക്കുന്ന ആലോചിച്ച് നോക്ക്. ഇപ്പൊ പല്ല് തേക്കാൻ പറ്റുന്ന കൈ ആ പശുവിന് അള്ളാഹ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പല്ലിന് കേടും അള്ളാഹ് കൊടുത്തിട്ടില്ല. മനുഷ്യനങ്ങനെയല്ല. ഇനി നിങ്ങൾ മറ്റ് ജീവികൾ എടുത്തു നോക്കൂ. ഏതെങ്കിലും ജീവി നഖം മുറിക്കുന്നത് കണ്ടിനോ നിങ്ങൾ? ഞാൻ ഇതുവരെ കണ്ടില്ല. ഒരു നഖംപട്ടി എടുത്തിട്ടൊരു കോഴി, അല്ലെങ്കിൽ ഒരു നഖംപട്ടി എടുത്തിട്ട് വേറെ ഒരു ജീവി ഇല്ല. മനുഷ്യൻ നഖം മുറിച്ചില്ലെങ്കിലോ? മനുഷ്യൻ നഖം മുറിച്ചില്ല എങ്ങനെ ഉണ്ടാവും ഞാൻ പറയണോ? അത് നഖം നീണ്ടവരെ കൈയൊന്ന് നോക്കിയാൽ മതി. സുബ്ഹാനല്ലാഹ്, ഉള്ളിൽ നിറയെ ഉണ്ടാവും ചേറ്. ഇതൊക്കെ കൂടി ചോറ്റിന്റെ കൂടെ മൂപ്പരിങ്ങനെ കുറേച്ച സേവിക്കുന്നുണ്ടാവും. അപ്പോ ഈ നഖം അത് മുറിക്കാനുള്ള കഴിവും പ്രാപ്തിയും മനുഷ്യന് പഠിച്ചവൻ കൊടുത്തു. അവന് നഖം വെട്ടി നിർമ്മിക്കാനുള്ള ബുദ്ധിയും ചിന്തയും കൊടുത്തു. എന്നിട്ട് നഖം മുറിക്കണം എന്ന് പറഞ്ഞു. മുറിച്ചാൽ വൃത്തിയോടെ മനുഷ്യനായി ജീവിക്കാം. ഇതുപോലെ നമ്മൾ നാട്ടിൽ ധാരാളം പശുക്കളെയും ആടുകളെയും ഒക്കെ കാണാം. അതുപോലെ മറ്റു പല ജീവികളെ അതിൽ പല നിലക്കുള്ള ജീവികളുണ്ട്. ചില ജീവികൾ അതിന്റെ പാല്, അതിന്റെ മാംസം, അതിന്റെ തോല്, ഇങ്ങനെ തുടങ്ങിയ വസ്തുക്കളെല്ലാം മനുഷ്യന് ഉപകാരത്തിന് ലഭിക്കുന്നതാണ്. ചില ജീവികളുടെ രോമം, ആ രോമം വെട്ടിയെടുത്ത് മനുഷ്യൻ ഒരുപാട് വിലപിടിച്ച വസ്തുക്കൾ, കമ്പളി വസ്ത്രങ്ങൾ, മറ്റു പല വസ്ത്രങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ മനുഷ്യന് വേണ്ടി ഇവിടെ ലോക സൃഷ്ടാവ് സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്നും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവനവനോട് കൽപ്പിക്കപ്പെട്ട വിധത്തിൽ അവനവന്റെ ജീവിതം ക്രമീകരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പരിപൂർണ മനുഷ്യനായി തീരുന്നത്. ഈ പരിപൂർണ മനുഷ്യന്മാരെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം. കുറെ ഉദ്യോഗസ്ഥന്മാരെയും പണക്കാരെയും ഉണ്ടാക്കലല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പണക്കാരാകാൻ വിദ്യാഭ്യാസം വേണ്ട. നിങ്ങൾ കുറ്റ്യാടി ടൗണിലൊന്ന് ഇറങ്ങി നടക്കൂ, അല്ലെങ്കിൽ നാദാപുരം ടൗണിലൂടെ ഒന്ന് നടക്കൂ. അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരെ നോക്കൂ. അവരവിടുത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവരാണോ? നമ്മുടെ ചാലപ്പുറത്ത് പെരിങ്ങത്തൂർ റോഡിൽ നിന്ന് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഒരു വലിയ മതില് ഉണ്ടാക്കുന്നത് കാണാം. ഒരു വലിയ മതില്, ഒരു വലിയ വീടും. നാദാപുരത്തേക്ക് ഏറ്റവും വലിയ വീടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ സ്നേഹിതൻ അബ്ദുൽ ഹമീദ് ഹാജിയുടേതാണ്. അദ്ദേഹം എന്നെ പോലെയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, എന്നെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ ഞാൻ പറയാം, മറുഭാഗത്ത് അദ്ദേഹം മതപരമായി എന്നെപ്പോലെ മതപരമായ വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം നേടാൻ അതിനും അദ്ദേഹം പോയിട്ടില്ല. വലിയ വിദ്യാഭ്യാസ ആരംഗത്തും അദ്ദേഹത്തില്ല. അദ്ദേഹത്തിന് പ്രാഥമികമായ അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ നാദാപുരത്ത് അദ്ദേഹം വലിയ പണക്കാരനാണ്. അപ്പൊ പണം എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഫലമല്ല. പണം എന്നത് അത് ഓരോരുത്തർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരാൾക്ക് ലഭിച്ചേക്കും. വിദ്യാഭ്യാസം എന്തിന് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. അത് പ്രത്യേകിച്ചും ബോധമുള്ളവരാകേണ്ടത് നമ്മളാണ്. ഞാനൊരു അധ്യാപകനാണ്. നിങ്ങളിൽ ഭൂരിപക്ഷവും അധ്യാപകന്മാരാണ്. മറ്റു പലരും അധ്യാപകന്മാർക്ക് സേവനം ചെയ്യുന്ന അധ്യാപകന്മാരുടെ സഹകാരികളാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല പ്രവർത്തനങ്ങളായി പടച്ചവൻ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനാണ്? അത് പണം സമ്പാദിക്കാനല്ല, മറിച്ച് കുറേ നല്ല മനുഷ്യരെ സമ്പാദിക്കാനാണ്. കുറേ ചിന്തയുള്ള, ആഴത്തിൽ ചിന്തിക്കുന്ന, നല്ലത് ലോകത്ത് വേണമെന്നാഗ്രഹിക്കുന്ന വളരെ നല്ല പൗരന്മാരെ വളർത്തിയെടുക്കാനുള്ളതാണ് വിദ്യാഭ്യാസം. പണത്തിനു വേണ്ടിയുള്ളതല്ല. അവിടെ നാം കാണണം, മനുഷ്യന് രണ്ട് ഘടകം ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് രണ്ട് ഘടകം, ഒന്ന് ശരീരം, ഒന്ന് ആത്മാവ്. ഈ രണ്ട് ഘടകത്തിനും വിദ്യാഭ്യാസം ലഭിക്കണം. അതാണ് ആത്മീയ വിദ്യാഭ്യാസം,
ഭൗതിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. മോറൽ ക്ലാസ് എന്ന് നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം. ധാർമ്മിക വിദ്യാഭ്യാസം എന്താണത്? അത് ആത്മീയമായ വിദ്യാഭ്യാസമാണ്. മനുഷ്യന് ആത്മാവ് എന്നൊരു ഘടകം ഉണ്ട്. അതിന് സംശയിക്കാനൊന്നുമില്ല. നമ്മൾ ഒരു 4 മാസമാകുമ്പോൾ വയറ്റുന്ന കുട്ടി അനങ്ങും. അതുവരെ അനങ്ങൂല. എന്താ കാരണം? അതുവരെ ആരും പോയിട്ട് സ്വിച്ച് ഇടാത്തോണ്ട അല്ല. 4 മാസം വരെ കുട്ടിക്ക് ആത്മാവുണ്ടായില്ല എന്നുള്ളതാണ്. 4ാമത്തെ മാസത്തിൽ ആത്മാവുണ്ടായി. അപ്പോൾ കുട്ടി ചരിച്ചു. ഡ്രൈവർ കയറാതെ വണ്ടി അനങ്ങൂലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ആത്മാവ് എന്ന് പറയുന്നൊരു വസ്തു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞു. മരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എന്നാണ്. ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപിരിയുന്നതോടുകൂടി ജഡം അവിടെ കിടക്കുക. നമ്മൾ സാധാരണയായി 2 വാചകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഒരാൾ മരിച്ചു പോയി എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നു എന്ന് പറയാറുണ്ട്. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ കിടക്കൂല, കിടക്കുന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പിന്നെങ്ങനെ ഇത് രണ്ടും ശരിയാകുക? രണ്ടും ശരിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മുമ്പുള്ള ആളുകളൊക്കെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇന്നെന്താഴ്ചയാണ്? ചൊവ്വാഴ്ചയാണ്. എന്താ തെളിവ് എന്ന് ചോദിച്ച ഒരാൾ. ഇന്നലെ തിങ്കളാഴ്ചയാണ്. അതിനെന്താ തെളിവ്? മെന്നാന്ന് ഞായറാഴ്ച. ആരാ പറഞ്ഞത്? മുൻഗാമികൾ പറഞ്ഞുള്ളതിന് അതിന്റെ തെളിവ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്ന അങ്ങനെയാണ്. ഇനി മുൻഗാമികൾ പറഞ്ഞൊന്നും ഞാൻ സ്വീകരിക്കില്ല. ഇന്ന് ചൊവ്വാഴ്ച എന്നുള്ളതിന് തെളിവുണ്ടാവില്ല. അപ്പോ മുന്നേ പറഞ്ഞു വരുന്നൊരു വിഷയമാണ് മരിച്ചു പോയി എന്നുള്ളതും മരിച്ചു കിടക്കുന്നതും. രണ്ടും ശരിയാണ്. മരിച്ചു കിടന്നു എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഭൗതിക ജഡമാണ്, ഡെഡ് ബോഡി. അതാണ് മരിച്ചു കിടന്നു എന്ന് പറഞ്ഞു. മരിച്ചു പോയി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ആത്മാവാണ്. മനുഷ്യൻ മരിച്ചപ്പോൾ ആത്മാവ് പോയി. അപ്പൊ അതെന്ത് മനസ്സിലാക്കി തരുന്നു നമുക്ക്? ശരീരത്തെക്കാൾ പ്രസക്തിയുള്ളതും ശക്തിയുള്ളതും ആത്മാവിനാണ്. ഈ കാണുന്ന ഫാന് കറങ്ങുന്നു. ഫാന് കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഫാന് കറങ്ങുന്നത് കരണ്ട് പ്രവഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ കരണ്ടിനാണോ ശക്തി, ഫാനിനാണോ ശക്തി? തീർച്ചയായും കരണ്ടിനാണ്. അതിന് ഞാൻ ഉദാഹരണം പറയേണ്ടതില്ല. സംശയം ഉണ്ടെങ്കിൽ ഫാൻ ഇല്ലാതെ കരണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. അതേസമയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും, തൊടണമെന്നില്ല, കാണണമെന്നില്ല. നമ്മൾ കാണാത്ത കരണ്ടിനാണ് കാണുന്ന ഫാനിനേക്കാൾ ശക്തി. എന്തുകൊണ്ട്? കരണ്ട് പ്രവഹിക്കുന്നത് നിലക്കുമ്പോൾ ഫാൻ കറങ്ങുന്നില്ല. അതേസമയത്ത് ഫാൻ ഒഴിവാക്കിയാലും കരണ്ടിന് ശക്തിയുണ്ട്, കരണ്ടിനൊരു കുറവുമില്ല. ഇതുപോലെയാണ് മനുഷ്യന്റെ ആത്മാവും ശരീരവും. ആത്മാവുമായുള്ള ബന്ധം വേർപെടുമ്പോൾ ശരീരം മരിച്ചു കിടക്കും. ശരീരം വേർപെട്ടാലും ആത്മാവ് പോകും. അപ്പൊ ആത്മാവിന് ശക്തിയുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചുറ്റിക്കറങ്ങി മറ്റുള്ളവരൊക്കെ സ്വയ്പാക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതേസമയം ആത്മാവ് എന്ന ഒരു ഘടകം മനുഷ്യന് ഉണ്ട്. ഈ ആത്മാവിന് ശരീരത്തിന്റെ ഭക്ഷണം അത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ആരോഗ്യം തകരും. മനസ്സ് വെപ്രാളത്തിലാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾക്ക് തീരെ ഭക്ഷണം കിട്ടിയില്ല, വിശന്ന് അങ്ങേ തലക്കെത്തിയ പിന്നെ എവിടുന്നെങ്കിലും കിട്ടണമെന്നാവും. പിന്നെ ആരെങ്കിലും കയ്യിലെടുത്ത് പിടിച്ചു പറിക്കും എങ്ങനെങ്കിലും. കാരണം മരിക്കാൻ പോവുകയാണ്, പിന്നെ അവിടെ മാറ്റൊന്നും നോട്ടുണ്ടാവില്ല, എങ്ങനെയെങ്കിലും പിടിച്ചു പറിക്കും. അവിടെ മതത്തിനൊരു നിയമമുണ്ട്. മതത്തിന്റെ നിയമം എന്താണ്? ഒരാൾ ഇപ്പം മരിക്കുമെന്ന് കണ്ടാൽ ഭക്ഷണം കിട്ടുന്നിരുന്നത് തിന്നാന്നാ. അത് ഇന്നാളതാണെന്നൊന്നും നോക്കണ്ടെന്നാ, ഇന്നൊന്നും നോക്കണ്ടെന്നാ. അത് അർത്ഥതോ ചാത്തതോ അതും നോക്കണ്ടെന്നാ. ശരീരം സംരക്ഷിക്കാൻ വേണ്ടി വന്നാൽ അങ്ങേ തല എന്തും ചെയ്യാന്ന. അത് അങ്ങേ അനിവാര്യ ഘട്ടത്തിലാണ് കേട്ടോ. അതും പറഞ്ഞിട്ട് ആരും ഇപ്പൊ തന്നെ മറ്റൊരാളത് പിടിച്ച് വയ്ക്കാൻ പാടില്ല. ഒരു അനിവാര്യ ഘട്ടം വന്നാലാണ് പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞത്, ശരീരത്തിന് ഭക്ഷണം കിട്ടണം, ഇല്ലെങ്കിൽ ശരീരം പരാക്രമം നടത്തും. ശരീരത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ശരീരം മെലിഞ്ഞുട്ടു, ശരീരത്തിന് അതിന്റെ വർക്ക് നടത്താൻ കഴിയാതെ വരും, ഒരുപാട് വിഷയങ്ങൾ വരും. അപ്പൊ ശരീരത്തിന് വെള്ളവും ഭക്ഷണവും ലഭിക്കണം. എങ്കിൽ മനുഷ്യന്റെ മറ്റൊരു ഘടകമായ ആത്മാവ്, ആ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം ലഭിക്കണം. ആ ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ ആത്മാവ് വികൃതി കാണിക്കും, ആത്മാവ് ശല്യം ചെയ്യും. എങ്ങനെ ശല്യം ചെയ്യും? പുറത്തിറങ്ങിയിട്ട് വേറെ ശല്യം ചെയ്യലല്ല, മൂപ്പര കയ്യിലുള്ള വാഹനവുമായി ശല്യം ചെയ്യും. മൂപ്പര കയ്യിലുള്ള വാഹനമാണ് ഈ ശരീരം. ആ ശരീരത്തിലാണ് മൂപ്പര് ഇരിക്കുന്നത്, മൂപ്പരാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ശരീരത്തെ ഡ്രൈവ് ചെയ്യുന്ന ആത്മാവ് ഈ വാഹനവും എടുത്ത് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യും. അതിനെന്ത് വേണം? ആത്മാവിന് വിദ്യാഭ്യാസം കൊടുക്കണം. ആത്മാവിന് കൊടുക്കുന്ന അറിവ്, അതാണ് ആത്മീയമായ അറിവെന്ന് പറയുന്നത്. ഈ രണ്ട് വിദ്യാഭ്യാസവും ഒരു മനുഷ്യന് ലഭിക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ ആത്മാവും നേർക്കുനേരെ പോകും. നേർക്കുനേരെ പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരിക്കലും മറ്റൊരാളെ ശല്യം ചെയ്യൂല, ആരോടും അഹങ്കാരം കാണിക്കൂല, ആരെയും നിന്ദിക്കൂല,
ആരോടും വൈരാഗ്യം കാണിക്കൂല, വിദ്വേഷം വെക്കൂല, വർഗീയത ഉണ്ടാവൂല, തീവ്രവാദി ആവൂല, ഭീകരവാദി ആവൂല. സാധിക്കുകയില്ല. കോടിക്കണക്കിന് ഉറുപ്പിക തരാൻ എന്നെ കൊണ്ടൊരു വർഗീയവാദി ആനാവൂല, കോടിക്കണക്കിന് ഉറുപ്പിക തരാൻ എനിക്കൊരു തീവ്രവാദി ആനാവൂല. ഞാൻ പറയുന്നത് നിങ്ങളും എങ്ങനെയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ അല്പമൊന്ന് ചിന്തിച്ചിട്ട് മനുഷ്യന്റെ മനസ്സൊന്ന് വിശാലമായി കൊണ്ടുപോയാൽ എങ്ങനെ ഒരു മനുഷ്യന് തീവ്രവാദിയാകാൻ കഴിയും? എങ്ങനെ ഒരു മനുഷ്യന് മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും? എങ്ങനെ ഒരു മനുഷ്യന് ഭീകരവാദിയാകാൻ കഴിയും? എങ്ങനെ ഒരു മനുഷ്യന് വർഗീയവാദിയാകാൻ സാധിക്കും? കഴിയില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നോക്കൂ, ഇപ്പോ മനുഷ്യ ശരീരത്തിൽ വളരെ പ്രസക്തമായ ഒരു വസ്തുവാണ് രക്തം. അതിങ്ങനെ ശരീരമൊട്ടാകെ നീക്കൊണ്ടിരിക്കുന്നൊരു വസ്തുവാണ്. ഈ രക്തം അത് പമ്പ് ചെയ്യാനും ശുചീകരിക്കാനുമുള്ള സംവിധാനം സൃഷ്ടാവ് വെച്ച് തന്നിട്ടുണ്ട്. ആ രക്തം നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന് രക്തം എന്തോ കാരണത്താൽ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ ഓപ്പറേഷനോ മറ്റോ നടക്കുന്ന സമയത്ത് രക്തം കുറെ വാർന്നുപോയതിനാൽ കൊടുക്കേണ്ടി വന്നു. എന്നാൽ അല്ലെങ്കിൽ രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള ശക്തി കുറഞ്ഞുപോയി. എന്നാൽ മറ്റൊരാളുടെ രക്തം കൊണ്ടുവന്ന് ഡോക്ടർമാർ ശരീരത്തിലേക്ക് കയറ്റും. എന്റെ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉമ്മക്ക് രക്തം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ രക്തം വേണം. ഞാൻ ചോദിച്ചു, എന്താ വേണ്ടത്? അത് ഉമ്മാന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് രക്തമുള്ള ആളുകൾ വേണം. അങ്ങനെ ഞാൻ എന്റെ ശരീരത്തിലെ രക്തമെടുത്ത് ടെസ്റ്റ് ചെയ്തു, എന്റെ ഭാര്യയുടെ രക്തമെടുത്ത് ടെസ്റ്റ് ചെയ്തു, എന്റെ ഉമ്മയുടെ രക്തം ടെസ്റ്റ് ചെയ്തു. അപ്പൊ നോക്കുമ്പോ എല്ലാം AP ഗ്രൂപ്പാണ്, A പോസിറ്റീവ്. അങ്ങനെ A പോസിറ്റീവാണ് എല്ലാവരും രക്തവും. അങ്ങനെ ഈ A പോസിറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഉമ്മക്ക് അത് തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ആ ആശുപത്രിയിൽ ഇങ്ങനെ കാത്തുനിന്നു. അവസാനം ഉമ്മയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എടുക്കേണ്ടി വരില്ല, കുറച്ച് കഴിഞ്ഞപ്പോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എന്റെ രക്തം എടുത്തു, ഉമ്മക്ക് കൊടുത്തു. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഒരു ഡോക്ടറും പറഞ്ഞില്ല നിങ്ങളെ മതത്തിൽപ്പെട്ട ഒരാളുടെ രക്തം വേണമെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാളെ രക്തം വേണമെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ആശയമുള്ള ഒരാളുടെ രക്തം വേണമെന്ന് പറഞ്ഞില്ല, സ്ത്രീക്ക് പുരുഷന്റെ രക്തം പറ്റില്ല എന്ന് പറഞ്ഞില്ല. പറഞ്ഞത് രക്തത്തിന്റെ ഗ്രൂപ്പ് ഒക്കണം എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് തന്നെയും പടച്ചവന്റെ സൃഷ്ടിയിൽ ഒരു അത്ഭുതകരമായ വിഷയമാണ്. ശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പടച്ചവൻ സൃഷ്ടിച്ച രക്തം എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കല്ലാതെ ആവശ്യത്തിന് രക്തം ഉണ്ടാക്കാനുള്ളൊരു പദ്ധതി ഇന്ന് വരെ നമ്മുടെ ശാസ്ത്രീയ യുഗം കണ്ടുപിടിച്ചതായി എന്റെ അറിവിൽ ഇല്ല. എന്തെല്ലാം നിർമ്മിക്കുന്നവരുണ്ട്, കാര്യമായിട്ട് ബോംബ് നിർമ്മിക്കുന്നവരുണ്ട്. വലിയ ഉപകാരമുള്ള സാധനമല്ലേ. ഒരു ലഡുവാണ് നിർമ്മിച്ചെങ്കിൽ തിന്നാമായിരുന്നു, ഒരു സുഖീനാണെങ്കിൽ ചായ കൂട്ടാമായിരുന്നു. ഈ ബോംബ് നിർമ്മിച്ചിട്ട് എന്ത് കാര്യമാണ് ഇവിടെ കിട്ടാനുള്ളത്? പക്ഷേ അത് വലിയ സൽക്കർമ്മമായി കണ്ട് അത് ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ധാരാളം പാർട്ടിക്കാരുണ്ട്, ധാരാളം കക്ഷികളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യന് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിട്ട് രക്തം അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇന്നുവരെയും കണ്ടുപിടിച്ചതായി നാം അറിഞ്ഞില്ല. എന്നാൽ പോകട്ടെ, രാവിലെയും വൈകുന്നേരവും മനുഷ്യന്മാർ ഗ്രൂപ്പ് മാറുന്ന ഒരു കാലമാണിത്. രാവിലത്തെ ഗ്രൂപ്പല്ല വൈകുന്നേരം. ചിലരൊക്കെ ഗ്രൂപ്പ് മാറി 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 അവസാനം പിന്നെ പഴയ ഗ്രൂപ്പിൽ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് മെമ്പർഷിപ്പ് കിട്ടാതെ വരെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോ എപ്പോഴും ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ഗ്രൂപ്പ് മാറുന്നത്. നമുക്ക് ഒരു രക്തത്തിന്റെ ഗ്രൂപ്പ് അത് ഒരു A പോസിറ്റീവാണോ അല്ലേ നെഗറ്റീവാണോ അല്ലെങ്കിൽ O ഗ്രൂപ്പാണോ, ഏതാണോ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള രക്തം വേണം എന്ന് ഡോക്ടർമാർ പറയല്ലാതെ ഒരു രക്തത്തിന്റെ തുള്ളി മറ്റൊരു രക്തമായി മറ്റൊരു ഗ്രൂപ്പായി മാറ്റാനുള്ള സംവിധാനം പോലും ഇന്നും വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, അവിടെ വിവേചനം ഉണ്ടോ? എല്ലാവരുടെ രക്തവും ചുവപ്പാണ്. എല്ലാവർക്കും രക്തം പരസ്പരം അനുയോജ്യമാകുന്നുണ്ട്. പിന്നെ എങ്ങനെ മനുഷ്യൻ വർഗീയമായി ചിന്തിക്കുന്ന ഒരു ഏർപ്പാട് എങ്ങനെ ഒരു മനുഷ്യന് സംഭവിക്കുന്നു? മനുഷ്യൻ ഏറ്റവും കൂടുതൽ രക്തം കൊണ്ടുപോലും പരസ്പരം സഹകരിക്കണം എന്ന സംവിധാനമല്ലേ വെച്ചത്? അവിടെ ആ മനുഷ്യന്റെ ഗ്രൂപ്പ് ഒക്കെ എന്നല്ലേ വന്നിട്ടുള്ളത്. നേരത്തെ ഇബ്രാഹിം ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ പലതരത്തിലാണ് പഠിച്ചത്. ഒരൊറ്റ മനുഷ്യനെ വേറൊരു മനുഷ്യരെ പോലെ അള്ളാഹ് പഠിച്ചിട്ടില്ലല്ലോ. ഒരൊറ്റ മനുഷ്യനെ വേറൊരു മനുഷ്യരെ പോലെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല.
ചിലരൊക്കെ എല്ലാവരും ഒരുപോലെയാണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. തീരെ വിവരമില്ലാത്തവരാണത്. ഒരൊറ്റ മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കോഴിക്കോടോ മദ്രാസിലോ മദ്രാസ് എന്ന് പറഞ്ഞാൽ അത് പഴയ ഭാഷയായി പോയി, ചെന്നൈ എന്ന് പറയണം. ചെന്നൈ ആയാലും തർക്കമില്ല, ഏത് രാജ്യമായിരുന്നാലും തർക്കമില്ല. അവിടെ ഒരു വലിയ പടുകൂറ്റൻ കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വലിയ എസ്റ്റേറ്റ് ഒരാളെ പേരിലുള്ള വസ്തു മറ്റൊരാളെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കുമ്പോ എന്താ ചെയ്യുന്നത്? വിരലടയാളം. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ആദ്യത്തെ മനുഷ്യൻ മുതൽ അന്ത്യനാളിന്റെ അന്ന് വരെയുള്ള മനുഷ്യരിൽ ഒരൊറ്റ മനുഷ്യന്റെ വിരലും വേറൊരു മനുഷ്യനെ പോലെ ഇല്ല. അല്ലെ പിന്നെ ഈ വിരലടയാളം കൊണ്ട് കാര്യമുണ്ടോ? കുഞ്ഞാമീന്റെ സ്വത്ത് കുഞ്ഞേച്ചു കൊണ്ടുപോയി വിൽക്കൂലേ? അപ്പോ ഈ ഒരൊറ്റ മനുഷ്യൻ വേറൊരു മനുഷ്യനെ പോലെ ഇല്ല എന്നല്ലേ അതറിയിക്കുന്നത്? ദുബായിൽ നിന്നൊക്കെ എന്തെങ്കിലും വികൃതി കളിച്ചിട്ട് വരുന്നവനോ വികൃതി കളിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവനോ ആണെങ്കിൽ വരുന്ന സമയത്ത് കണ്ണിന്റെ ലെൻസ് കണ്ണ് അവർ പിടിച്ചെടുക്കും. എന്നിട്ട് സുബ്ഹാനല്ലാഹ് പിന്നെ ചെല്ലുമ്പോ ഇങ്ങനെ നോക്കിക്കോ. ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഒരാളെ കണ്ണുപോലെ വേറൊരാളെ കണ്ണില്ലാതില്ല എന്റെ അർത്ഥം. ചിലപ്പോ അതിൽ അബദ്ധം പറ്റുന്നുണ്ട്. അത് കേട് ഈ മെഷീന്റെ കേടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, മാഹിയിലുള്ള ഒരു ജിഷാനുണ്ട്. മൂപ്പർ ആദ്യമായിട്ട് വിദേശത്ത് പോയതാ. ചെന്ന ഉടനെ തന്നെ പിടിച്ച്, മുമ്പ് നീ ഇവിടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിടിച്ച് കുടുങ്ങിപ്പോയി. കുടുങ്ങി അയാൾ ജയിലിൽ കിടന്നു. പാവം, അയാൾ ആദ്യമായിട്ട് പുറത്തു പോയതാ. അവിടുത്തെ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ കല്ലാച്ചി പള്ളി ഉണ്ടാക്കി തന്നെ ഒരാളാണ്, വലിയ പോലീസിന്റെ വലിയ ആള്. ഞാൻ ഇവിടുന്ന് ടെലിഫോൺ ചെയ്തു അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞു അയാളെ കുട്ടിക്കാലം നോക്കിയാൽ നാട് ഇതുവരെ അയാൾ വിട്ടിട്ടില്ല. അപ്പൊ അയാൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നോക്കുമ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ കണ്ണാ ഇവന് പെട്ടത്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം.